സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ സുവിശേഷ പ്രസംഗങ്ങൾക്ക്, കവല പ്രസംഗങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്ന ഒട്ടനേക ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള കവല പ്രസംഗങ്ങളുടെ പ്രത്യേകത, ഞങ്ങളുടെ പ്രസംഗം അവസാനിക്കുമ്പോൾ ഞങ്ങൾ അതിനെ പറഞ്ഞ് പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. അങ്ങനെ സുവിശേഷത്തിന്റെ വ്യക്താക്കളായി ഈ ദേശത്ത് കടന്നു വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, എന്താണ് സുവിശേഷമെന്ന്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ദേശത്തോട് ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, എന്താണ് സുവിശേഷം? സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അങ്ങനെ ഈ സുവിശേഷത്തിന്റെ യേശു ക്രിസ്തുവിന്റെ വ്യക്താക്കളായി ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരുമ്പോൾ ഞങ്ങളോട് പല ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഈ പ്രഭാഷണം കേൾക്കുന്നത് ഒത്തിരി പേർ ഈ സമൂഹത്തിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുള്ളതാ? പ്രിയരെ പറയട്ടെ, ഉലകത്തിൽ ഇതുപോലെ തെരുക്കോടുകളിലും തെരുവിൽ നിന്നും പ്രസംഗിക്കുവാൻ യോഗ്യനായ ഒരുവനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അത് സാക്ഷാൽ യേശുക്രിസ്തു അത്രേ. അതുകൊണ്ടാണ് ആ കർത്താവിനെ, ആ സ്നേഹ സന്ദേശത്തെ ഈ ദേശത്തോട് പറയുവാൻ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ സന്ദേശത്തിന്റെ പ്രത്യേകത എന്ന്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സന്ദേശമാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശം. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ്. എന്തുകൊണ്ട് സമാധാനം പ്രസംഗിക്കണമെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുന്ന ഏറ്റവും വളരെ അമൂല്യമായ ഒരു സാധനമായി സമാധാനം മാറിക്കഴിഞ്ഞു. മനുഷ്യ ജീവിതത്തിൽ നിന്ന് സമാധാനം അകന്നുകൊണ്ടിരിക്കുന്നു, കുടുംബ ജീവിതത്തിൽ നിന്നും സമാധാനം അകന്നുകൊണ്ടിരിക്കുന്നു, സമൂഹത്തിന്റെ മധ്യയിൽ നിന്നും സമാധാനം അകന്നുകൊണ്ടിരിക്കുന്നു. ശാന്തിയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ വസിച്ച മനുഷ്യന്റെ ഇടയിൽ അസമാധാനമോ സന്തോഷമില്ലായ്മയോ കടന്നുകൂടി മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ, സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ലോകരാജ്യങ്ങളോ അതിനെ നിയന്ത്രിക്കുന്ന രാജാക്കന്മാരും നേതാക്കന്മാരും ഉള്ളപ്പോൾ, എല്ലാവരും സമാധാനം കാത്തിരിക്കുമ്പോൾ ആ സമാധാനം എങ്ങനെ വരപ്രാപ്തിയിൽ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ദേശത്തോട് പറയുന്ന സന്ദേശം അത്രേ സുവിശേഷം. എന്താണ് സമാധാനം എന്ന് പറഞ്ഞാൽ? സമാധാനം ലോകം തരുന്നുണ്ട്. ആ ലോകം തരുന്ന സമാധാനത്തിന് പിന്നാലെ ഈ കാലഘട്ടം ഈ പഴയ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഓർപ്പിച്ചു, സമാധാനത്തിന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം എങ്ങനെ നഷ്ടമായെന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പ്രിയരെ, മനുഷ്യ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടത് എപ്പോഴെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കും, മനുഷ്യ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചപ്പോൾ, മനുഷ്യന്റെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചപ്പോൾ മനുഷ്യ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. പ്രിയരെ, മനുഷ്യ ജീവിതത്തിൽ പാപമെന്ന് പറയുന്ന വലിയ വിപത്ത്, വലിയ രോഗമായി പിടിച്ചപ്പോൾ, മനുഷ്യരെ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൊടിയ അസുഖമായി, രോഗമായി പാപം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാട് ഒത്തിരി മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മതബോധ ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്. പല മതങ്ങളിൽ വിശ്വസിക്കുന്ന അനേകർ എന്നെ ഈ ശബ്ദത്തിന്റെ പരിധിയിൽ എന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ പറയട്ടെ, സകല മതങ്ങളും ഒരുപോലെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ പാപിയാണ്. പാപിയാകുന്ന മനുഷ്യൻ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഈ ലോകത്തിൽ ചെയ്തെടുക്കുന്ന അനേക കാര്യങ്ങളെ പറ്റി എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യൻ പാപിയായപ്പോൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച ചില മാറ്റങ്ങളും നഷ്ടബോധങ്ങളും ഉണ്ട്. അതൊന്നു രണ്ട് ചിന്തകളിലൂടെ പങ്കുവെച്ച് ഞങ്ങളുടെ ഈ ലഘുസന്ദേശം ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നേരത്തെ ഓർപ്പിച്ചു, പാപം മൂലം മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടമായ ചില കാര്യങ്ങൾ. ഒന്ന്, മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള കൂടെ നടക്കുന്ന അനുഭവം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. ദൈവത്തോട് കൂടെ ആയിരുന്ന മനുഷ്യൻ, അഥവാ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദൈവ
സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ച മനുഷ്യൻ. അങ്ങനെ നിർമ്മിക്കപ്പെട്ട മനുഷ്യനിൽ അന്തർലീനമായിരുന്നത് ദൈവിക സ്വഭാവവും അന്തർലീനമായിരുന്ന ദൈവിക തേജസ്സുമായിരുന്നു. എന്നാൽ പാപം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടവനായി, ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി മനുഷ്യൻ മാറി. രണ്ടാമത്, പാപം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അവന്റെ ജീവിതത്തിലെ നിത്യജീവനാണ്. ദൈവത്തോട് കൂടെ വസിച്ച് നിത്യമായ ഒരു മരണമില്ലാത്ത ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവിക കൽപ്പനയാണ്, നിങ്ങൾ അനുസരണക്കേട് മൂലം നിങ്ങളിൽ പാപമുണ്ടാകുമ്പോൾ, നിങ്ങളിൽ തെറ്റു സംഭവിച്ചാൽ ആ നിമിഷം നിങ്ങളിൽ മരണം പ്രവേശിക്കും. അങ്ങനെ മരണപ്രവേശനം പാപം മൂലമുണ്ടായപ്പോൾ നിത്യജീവൻ നഷ്ടപ്പെട്ടു. നിത്യമരണത്തിൽ മനുഷ്യൻ അടിമയായി മാറി. അത് മാത്രമല്ല, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ലോകത്തിൽ സംഭവിച്ചു. മനുഷ്യ ജീവിതത്തിൽ സമാധാനത്തോടുകൂടെ ജീവിച്ചിരുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ പാപം പ്രവേശിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. ആ സമാധാനം ഇന്ന് വരെ തിരികെ പ്രാപിക്കുവാൻ കഴിയാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ വിചാരിക്കും പണമുണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാമെന്ന്. എന്നാൽ പണം മനുഷ്യന് സമാധാനം തരികയില്ലെന്നോ സന്തോഷം തരികയില്ലെന്നും തെളിഞ്ഞ ചില കാലഘട്ടങ്ങൾ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രിയരെ, എങ്ങനെ നഷ്ടപ്പെട്ടു പോയ സമാധാനവും നഷ്ടപ്പെട്ടു പോയ സന്തോഷവും നഷ്ടപ്പെട്ടു പോയ ധാർമ്മികതയൊക്കെ മടക്കി പ്രാപിക്കുവാൻ